ഹായ് നമസ്കാരം. ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മൈലാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഏത് സ്കൂളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AKMHSS സ്കൂളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നിവിടെ വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പാലിയേറ്റീവ് കെയർ ദിനമാണ്. കാര്യം ഒരുപാട് നിർധനരായ രോഗികളും കിടപ്പ് രോഗികളും പാവങ്ങളും ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. ഇന്നത്തെ ദിവസത്തെപ്പറ്റി പലർക്കും അറിയില്ല. പക്ഷേ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഈ ഒരു ഖുറേഷി സിസ്റ്ററെ പറ്റി ഞങ്ങൾ ഓർക്കാറുണ്ട്. കാര്യം ഈ മേഡം അവരുടെ ശമ്പളമോ മറ്റ് കാര്യങ്ങളോ ഒന്നും നോക്കാതെ ഒന്നും നോക്കാതെ ഈ പറഞ്ഞ നിർധനരായ രോഗികളെ ശുശ്രൂഷിക്കുന്നൊരു സിസ്റ്ററാണ്. അതിന് എന്ത് തരം അസുഖമായിക്കോട്ടെ, ഇപ്പോൾ വഴിയിൽ പുഴുവരിച്ച് കിടക്കുന്ന രോഗികളായിക്കോട്ടെ, അതുപോലെ ഏത് തരത്തിലുള്ള രോഗം ബാധിച്ചവരായിക്കോട്ടെ, അവരെയെല്ലാം ഒരു അയ്യേ എന്നൊരു ഇത് പറയാതെ അവരെ ശുശ്രൂഷിച്ച് നല്ല ആരോഗ്യവാന്മാരാക്കുന്ന അല്ലെ ആരോഗ്യവിധികളാക്കുന്ന ഒരു കുറച്ച് ആൾക്കാരുണ്ട്. അവരെയാണ് പാലിയേറ്റീവ് കെയർ സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ എടുത്തു പറയത്തക്ക ഒരു സിസ്റ്ററാണ് നമ്മുടെ ഖുറേഷി സിസ്റ്റർ. ഈ മേഡം ശരിക്കും പറഞ്ഞാൽ മൈലാപ്പൂരും പിന്നെ എവിടെയൊക്കെയാണ് എല്ലായിടത്തും, അതായത് തൃക്കോവിൽവട്ടം പഞ്ചായത്തിൻ്റെ മുക്കിലും മൂലയിലും ഈ മേഡത്തെ കാണാം. അപ്പം ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഖുറേഷി സിസ്റ്ററിനെ പറ്റി കഴിഞ്ഞ ഒരു 2 കൊല്ലം മുമ്പ് ഇത് ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഡീറ്റെയിലും ആ പൊതിച്ചോറ് വിതരണവും ഈ സ്കൂള് ബാക്കി ആര് കൊടുത്തില്ലെങ്കിലും ഈ സ്കൂൾ താണ്ട് കുറേ ആൾക്കാർക്ക് NSSലെ കുട്ടികളും എല്ലാം ചേർന്ന് കുറേ പൊതിച്ചോറ് ഈ പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ഒരു ചടങ്ങാണ് നടക്കുന്നത്. ഓക്കെ, ഇത് ഓരോ വിദ്യാർത്ഥികൾക്കും മാതൃകയാകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സമൂഹത്തെ നമുക്ക് സേവിക്കാൻ കഴിയുന്നത് ഇത്തരത്തിലൂടെയാണെന്ന് കുട്ടികൾ മനസ്സിലാക്കാനായിട്ടാണ് ഇന്നത്തെ ഈ ഒരു ദിവസം ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. പരിചരണം ആഗ്രഹിക്കുന്ന രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക ദിനമാണ്. അതായത് ഇതിനു വേണ്ടി നമുക്ക് ഇവിടെ ഒരു യൂണിറ്റ് തന്നെയുണ്ട്. തൃക്കോവിൽവട്ടം പഞ്ചായത്തിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഖുറേഷി സിസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നമ്മോടൊപ്പമുണ്ട്. അവർക്കൊപ്പമാണ് നമ്മൾ ഇന്ന് ഈ നിമിഷം പാലിയേറ്റീവ് കെയറിലായിട്ടുള്ള രോഗികൾക്ക് ഭക്ഷണപ്പൊതി നൽകിക്കൊണ്ട് AKM ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയേഴ്സും NSS കോർഡിനേറ്റർ മിനി ചന്ദ്രൻ ടീച്ചറും മറ്റ് അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ചാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നത്. രോഗികളെ ശുശ്രൂഷിക്കാൻ അനേകം പേരുണ്ടാകാം. എന്നാൽ കിടപ്പ് രോഗികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഒന്ന് സഹായിക്കുക എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നവരുണ്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഖുറേഷി മേഡത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിക്ക് ആശംസ അർപ്പിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മഹത്തായ AKM ഹയർ സെക്കൻഡറി സ്കൂള് നമ്മുടെ പ്രിയങ്കരിയായ പ്രിൻസിപ്പലിൻ്റെയും അതുപോലെ തന്നെ മിനി ടീച്ചറുടെയൊക്കെ നേതൃത്വത്തിൽ വളരെ ബൃഹത്തായ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനേക്കാൾ വളരെ ഉന്നതവും അതുപോലെ തന്നെ ഗുണകരവും നാളെ സൃഷ്ടാവിൻ്റെ മുന്നിൽ പ്രതിഫലം ലഭിക്കുന്നതുമായ ഒരു പ്രവൃത്തിയായിട്ടാണ് ഇതിനെ കാണുന്നത്. കാരണം നമുക്കേവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ രോഗികളെ സംബന്ധിച്ചിടത്തോളം രോഗിയെ സന്ദർശിക്കുക എന്ന് പറയുന്നത് തന്നെ ആ രോഗിക്കുണ്ടാകുന്ന ഒരു മാനസിക സന്തോഷം വളരെ വലുതാണ്. അപ്പോൾ കിടപ്പ് രോഗികളെ സംബന്ധിച്ചിടത്തോളം ആകുമ്പോഴത്തേക്ക് അവർക്കൊരു നേരത്തെ ആഹാരം ലഭിക്കുക എന്ന് പറയുമ്പോൾ അവരെന്തെന്നില്ലാത്ത ആഹ്ലാദവും സന്തോഷവും പങ്കുവെക്കുന്നു എന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ പ്രവൃത്തി ചെയ്താൽ തന്നെ ഇതിൽ നിന്ന് ഒരു അനുഭൂതി രേഖപ്പെടുത്താനും അനുഭൂതി ലഭിക്കാനും സാഹചര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് വലിയ വലിയ ദൗത്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ആഹാരം പാവങ്ങൾക്ക് അല്ലെങ്കിൽ നിർധരർക്ക് അല്ലെങ്കിൽ നിരാലംബർക്ക് കിടപ്പ് രോഗികൾക്ക് നൽകുന്നത്. അതിൽ നാളെ എന്തായാലും ഇതിൻ്റെ പ്രതിഫലം ഉണ്ടാകും. ഇതിൽ പ്രവർത്തിക്കുന്ന ഈ നമ്മുടെ തൃക്കോവിൽവട്ടത്തെ ഉത്തരവാദിത്തപ്പെട്ട ഖുറേഷി മേഡത്തിൻ്റെ നേതൃത്വത്തിലുള്ളതും അതുപോലെ തന്നെ നമ്മുടെ NSS വളണ്ടിയേഴ്സും ടീച്ചേഴ്സിനും ഒക്കെ അഭിനന്ദനങ്ങളും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ സ്കൂളിൽ ഇന്ന് ഒരു ചെറിയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. സത്യത്തിൽ ഈ പാലിയേറ്റീവ് കെയറിന് ഇവിടെ ഈ പ്രദേശത്ത് നേതൃത്വം നൽകുന്നത് ശ്രീമതി ഖുറേഷി മാഡമാണ്. എല്ലാ കാര്യത്തിനും സത്യത്തിൽ സാമൂഹ്യ സേവനം ഒരു ആപ്തവാക്യമാക്കി മാറ്റിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് നിൽക്കുന്ന ആർക്കെല്ലാം ഏത് അസറണ്ടറായ അല്ലെങ്കിൽ ആവശ്യം വരുന്ന രോഗികൾക്കൊക്കെ ആ സമയത്ത് സഹായം എത്തിച്ചുകൊണ്ട് എല്ലാ രീതിയിലും മുന്നോട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഖുറേഷി മാഡം. ഇന്നും പാലിയേറ്റീവ് കെയർ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ നാഷണൽ സർവീസ് സ്കീമിന്റെ മുഖ്യ മോട്ടോ തന്നെ അർഹതപ്പെട്ടവർക്ക് സഹായം എത്തിക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുത്തെ ഈ വാർഡിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റുമായിട്ട് ചേർന്നുകൊണ്ട് ഇവിടുത്തെ പാലിയേറ്റീവ് രോഗികൾക്ക് കിടപ്പ് രോഗികൾക്ക് ഉച്ചഭക്ഷണം എത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ നടത്തുന്നത്. നമ്മളോടൊപ്പം ആശാ വർക്കേഴ്സും
നമ്മുടെ പാലിയേറ്റീവ് പ്രവർത്തകരും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ വോളണ്ടിയേഴ്സ് കളക്ട് ചെയ്ത ഭക്ഷണപ്പൊതികളാണ് നമ്മൾ ഇന്ന് എത്തിക്കാനായിട്ട് ഇവിടെ ശേഖരിച്ചിരിക്കുന്നത്. നമസ്കാരം. നമ്മുടെ AKMHS സ്കൂളിലെ NSSന്റെ നേതൃത്വത്തിൽ ഇന്ന് പാലിയേറ്റീവ് ദിനമാണ്. ഈ പാലിയേറ്റീവ് ദിനത്തിൽ AKMHS സ്കൂള് നൽകുന്ന ഈ ഒരു സഹായം വളരെ മഹത്താണ്. കാരണം ഇന്ന് സമൂഹത്തിൽ നിലാരംബരായി കിടക്കുന്ന രോഗികൾ, ആരോരും കാണാനും കേൾക്കാനും ഇല്ലാത്ത രോഗികൾക്ക് ഒരാശ്രയമായിട്ട് AKMHS സ്കൂൾ ഇന്നല്ല, ഇതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. ഫുഡ് കിറ്റ് ആയാലും വസ്ത്രമായാലും അവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ, വീൽ ചെയറായാലും എന്ത് സാധനങ്ങളും രോഗികൾക്ക് ആവശ്യമായത് ഇവിടുത്തെ അധ്യാപകരും അതുപോലെ നാഷണൽ NSSന്റെ ഈ ടീമും ഇവിടുത്തെ പ്രിൻസിപ്പളും എല്ലാം, ഇതിനു മുമ്പ് ഇരുന്ന പ്രിൻസിപ്പൾ ആയാലും ശരി തന്നെ, നമുക്ക് വേണ്ടുന്ന എല്ലാ അധ്യാപകരും നമുക്ക് വേണ്ടുന്ന സേവനങ്ങൾ ഈ വാർഡിൽ നിന്നും ഈ ഒരു സ്കൂളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഞങ്ങളോടൊപ്പം ആശാവർക്കറും, അതായത് നമ്മുടെ ആശാവർക്കർ ശ്യാമള, മോളി, രഞ്ജിത, ഈ വാർഡിൻ്റെ ആശാവർക്കറായ രഞ്ജിത, എല്ലാവരും ഞങ്ങൾക്ക് ഈ പാലിയേറ്റീവ് ദിനത്തിൽ ഇന്ന് ഞങ്ങൾക്ക് രോഗികൾക്ക് ഈ ഭക്ഷണം നൽകാൻ സാധിച്ചതിലും ഈ സ്കൂളിനോട് അതിയായ സന്തോഷം പ്രകടമാക്കുന്നു. ഇനിയും ഞങ്ങളിൽ നിന്നും നിങ്ങൾക്കുണ്ടാകുന്ന സഹായവും അതുപോലെ നിങ്ങളുടെ സഹായവും ഞങ്ങൾക്ക് എന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.